ഇപ്പം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബാക്കി ബിസിനസ് പോലെ അല്ലല്ലോ. അപ്പം അതിനകത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. എൻ്റെ ഡെസ്റ്റിനേഷൻ എലോൺ മസ്ക് ആണ്, അല്ലെങ്കിൽ യൂസഫ് അലിയാണ്. നമ്മളെ ബ്ലൂ ഡയമണ്ട് മാള് ഇന്ത്യൻ റുപ്പി ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഒരു ദിവസം അങ്ങനെ രഞ്ജിത്തിനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി എവിടുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഒരു സംഭവം അതങ്ങോട്ട് കിട്ടി. ദുബായിൽ നിന്ന് അതൊരു കച്ചവടം റെഡിയായി. ആ റെഡിയായപ്പോൾ കിട്ടിയ ആശ്വാസം എന്താ വെച്ചാൽ പൈസയല്ല, അതിൻ്റെ ഭാഗമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഇന്ന് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പടമാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് കടന്നു വരുന്ന യങ്സ്റ്റേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ്. 3 മാസം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് എന്തെന്ന് പഠിക്കാൻ പറ്റും. ഫിസിക്കലി വന്നിട്ട് ഞങ്ങളെ കൂടെ ഇങ്ങനെയാണല്ലേ പരിപാടി, ഇതാണ് പരിപാടിയില്ലേ, പ്രാക്ടിക്കലാണ്. മാസത്തിൽ 5 ലക്ഷം 3.5 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട് ദുബായിൽ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പെൺകുട്ടികൾ. ഈ ബിസിനസ്സിൽ ധാരാളം പേര് വഞ്ചിക്കപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. സുലൈമാൻക്ക് അതിനെക്കുറിച്ച് അറിയാമോ? പുതിയ അറിയാത്ത ആൾക്കാർ ചില ലാൻഡ് എടുക്കും, പോവാത്ത സ്ഥലങ്ങൾ, എന്തെങ്കിലും ലീഗലായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. പാർട്ട്ണർഷിപ്പ്, നല്ല ആത്മാർത്ഥമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പിരിയുമ്പോൾ അടിപിടി ഉണ്ടാവും. ഇതാണ് ആകെ ടോട്ടലി കൺഫ്യൂഷനാണ്. കൺഫേം ഐ സുലൈമാൻക്ക് അങ്ങനെ നോ, ഒരൊറ്റ ഡിസിഷനാണ്, തീരുമാനമാണ്. ഏതാണോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഗതിയിൽ ഒരു പ്രാർത്ഥന നല്ല. കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലണിവാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ അങ്ങയോടൊത്തെൻ്റെ ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു. കണ്ടോ? ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സൺ ആണ് മിസ്റ്റർ സുലൈമാൻ കാരാടൻ. സുലൈമാൻ കാ, വെൽക്കം ടു സിനിഗ്രാം. സ്പോർട്സ് പേഴ്സൺ അല്ല, ആക്ടർ അല്ല, റൈറ്റർ അല്ല, സിംഗർ അല്ല, പക്ഷേ സെലിബ്രിറ്റിയാണ്. ചെറുതും വലുതുമായ ഒരുവിധം ഇവൻറ്റ്സിലൊക്കെ സ്ഥിര സാന്നിധ്യമാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു യാത്രയിലേക്കുള്ള തുടക്കം? യാദർച്ഛികമായിരുന്നു. അതാണ് എൻ്റെ ശരി. ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഉള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ബിസിനസ് വരുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല അതിലേക്ക് പോയി. അപ്പോൾ നമ്മളും അതിൻ്റെ ഒരാളായി. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മൾ ഓടി നടന്ന് ട്രെൻഡിനൊപ്പം. അതെ, ട്രെൻഡിനൊപ്പം ഓടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. നമ്മളാരും ഒന്നും പിന്നെ പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്, എല്ലാം ആയിത്തീരലാണ് ഷംന. അതൊക്കെ ഒരു യാദർശികം നിമിത്തവും നമ്മളെടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു പ്രതിഫലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അത് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനല്ല, ഓട്ടോമാറ്റിക് അതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിലാണ് ഞാൻ നിൽക്കുന്നൊരു മേഖല. അതിൽ ഞാൻ വളരെ ചെറുപ്പത്തിലെ ബ്രോക്കറായിട്ട് വന്നിങ്ങനെ പിന്നെ ഇങ്ങനെ മെല്ലെ 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 വന്ന് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരു 10, 100, 120, 130, 130 ആൾക്കാരോളം ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അതൊരു വേറെ തന്നെ റേഞ്ചായി, അതിൽ വലിയൊരു പ്രൊഫഷണൽ വളരെ അങ്ങനെ ആ ഒരു ചേഞ്ചിലേക്ക് വളരെയധികം ഇത് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് സുലൈമാൻ ഖാൻ. അതിലേക്ക് നമ്മൾ എല്ലാവരും എത്തി. കാരണം ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ ആദ്യമൊക്കെ അത് പറയാൻ തന്നെ ഒരു മടിയിലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മനസ്സിലാക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭയങ്കര പ്രിവിലേജാണ്. പിന്നെ ഇപ്പോഴാ TBI എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ബ്രോക്കർ അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പോൾ കുറേ കുട്ടികൾ അതിലേക്ക് ചേർന്നു. അപ്പോൾ പിന്നെ അതിനെ വേറൊരു റേഞ്ചാക്കി മാറ്റി. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടാണ് ഇപ്പോൾ ഷംന ചോദിച്ചത്, അവിടെ പോവുക ഇവിടെ പോവുക എന്നൊക്കെ പറയുമ്പോൾ അതതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ. കാരാടൻ ലാൻഡ്സ്, സുലൈമാൻ ഖാൻ്റെ വീട്ടുപേരാണ് കാരാടൻ, റൈറ്റ്? കാരാടൻ ലാൻഡ്സിൻ്റെ ആ ഒരു പേരിൻ്റെ പുറകിലുള്ളൊരു സ്റ്റോറി ഉണ്ടാവുമല്ലോ. കാരാടൻ ലാൻഡ്സ് എന്നൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് അത് വലിയൊരു രസകരമായിട്ടുള്ള സംഭവമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ആ സംഭവം ഞാനിത് കമ്പനി ഇടുന്ന സമയത്ത് ആദ്യം ഈ മരക്കച്ചവടമൊക്കെ ഇടുമ്പോൾ ഓരോ കമ്പനി ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ട്രൈസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് ഇടുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ എല്ലാ 2-3 ആൾക്കാർ, രാമു, അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ പേരിടാൻ വേണ്ടിയിട്ട് ഒരു 10-20 പിന്നെ ഇംഗ്ലീഷ് പേരുകൾ കൊടുന്നു. ആ സമയത്ത് ഞാൻ ആ പേരിനെ മൊത്തം 3 ദിവസം ഇവരാകെ അതിടണോ ഇതിടണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരോ പേരുകൾ, ഒരു 20-22 പേരുകൾ ഞാൻ എൻ്റെ രാമുവിനോട് പറഞ്ഞു, രാമു ഇതാണ് ആകെ ടോട്ടലി കൺഫ്യൂഷനാണ്, നീ പിന്നെ എൻ്റെ വീട്ടുപേരിട്ടെ
കാരാടൻ പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ്. കൺഫേം ഐ സുലൈമാൻ ഖാൻ അങ്ങനെ നോ, ഒരൊറ്റ ഡിസിഷനാണ്, തീരുമാനമാണ്. അതല്ലെങ്കിൽ പറ്റൂല. കാരണം വെച്ചാൽ ആകെ കൺഫ്യൂഷനാവും. അന്ന് ആ സമയത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സമയം വരെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ കാരണം വെച്ചാൽ അവിടെ നിന്നാണ് കാരാടൻ പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്റ്റാർട്ടിങ്. അപ്പോഴൊക്കെ റിയൽ എസ്റ്റേറ്റ് ഒരു ബ്രോക്കറായിട്ട്, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ട് മാവൂർ റോട്ടിൽ കൂടിയും എറണാകുളത്ത് കൂടിയും തിരുവനന്തപുരത്ത് കൂടിയും നടക്കുന്ന ഒരു സമയത്താണ് ആ കമ്പനി പിന്നെ ഒരു 17 വർഷമായിട്ട് കൊച്ചിയിൽ അതിന് 3 മാസം നടന്നു. എൻ്റെ പിന്നിലൊരു പയ്യൻ, ഒരു അടിപൊളി ചകന, അവൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അവൻ എൻ്റെ ഒപ്പം തന്നെ ട്രാവൽ ചെയ്ത് കാറിൽ നടന്ന് ഇതിനൊന്ന് എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ളത് ഇതിനെക്കുറിച്ചിട്ട് പിന്നെ പഠിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് അങ്ങനെ ഭയങ്കര തിരക്കിലോട്ടത്തിൽ ഇവൻ്റെ പിന്നാലെ നടന്ന് അവസാനം 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു പേര് കിട്ടി, കാരാടൻ ലാൻഡ്സ് ആക്കി. അത് മെർജ് ചെയ്തിട്ട് ഒരു അടിപൊളി സംഭവമാക്കണമെന്ന് വിചാരിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ലെ മെറിഡിയൻ കൊച്ചിയിൽ അവിടെ വെച്ച് നടത്താനും എൻ്റെ ബർത്ത്ഡേ 50ാമത്തെ വാർഷികത്തിൽ അതിനെ മെർജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അന്ന് അവിടെ കേരളത്തിലെ എല്ലാ കാര്യപ്പെട്ട പണക്കാരുടെയും ഒക്കെ ഒരു ബൈറ്റൊക്കെ എടുത്ത് ഞങ്ങളവിടെ അതിനെ കാരാടൻ ലാൻഡ്സാക്കി മാറ്റി കൊച്ചിയിൽ ഓഫീസ് ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് ഇത് കാരാടൻ ലാൻഡ്സ് വരുന്നത്. അപ്പോഴേക്കും നമ്മൾ വലിയ വലിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ അത് ഇതിൽ തന്നെ ശ്രദ്ധിച്ചു. ബാക്കിയുള്ള കച്ചവടങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ നമുക്ക് നഷ്ടത്തിലേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്നൊരു സാധനം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമ്മളും പെട്ടിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം എന്ന് അതിന് പറയാം. രാപ്പകലില്ലാണ്ട് ഓട്ടം, അത് നേടിയെടുക്കുക. എവിടെ നഷ്ടം പറ്റിയോ അവിടെ നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ പിന്നെ ഒരു ഓട്ടം ഓടിയിട്ടുണ്ട്. അതിങ്ങനെ ആ ഓട്ടത്തിൻ്റെ അടിയിലാണ് നിപ്പ, വെള്ളപ്പൊക്കം, കൊറോണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രയാസം നല്ലോണം. അപ്പോൾ ഈ കടം വാങ്ങിയത് കൊടുക്കാൻ, രജിസ്റ്റർ ചെയ്യാൻ, പിന്നെ അഡ്വാൻസ് കൊടുത്തത് തിരിച്ചു കിട്ടില്ല, ആൾക്കാരോട് പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ കഴിയില്ല, ഈ സംഗതിയൊക്കെ വന്നത്. ലാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ലാൻഡാണല്ലോ നമ്മുടെ അസറ്റ്. അതാരും വാങ്ങാത്തൊരു സമയം. ആ സമയത്തൊക്കെ കുറച്ച് നല്ല ബുദ്ധിമുട്ടി. അതിനും ഒരു മരുന്നേ ഉള്ളൂ. എന്താണ്? മൗനം പാലിച്ചിട്ട് ഡേ നൈറ്റ് ഓടുക, ബന്ധങ്ങൾ എടുത്തുകൊണ്ട് അതിനെ കച്ചവടമാക്കി മാറ്റി, എനിക്കറിയുന്ന കച്ചവടങ്ങൾ ചെയ്തിട്ട് അതിൽ ലാഭം ഉണ്ടാക്കിയിട്ട് ആ കടങ്ങളൊക്കെ വീട്ടി. അങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട്. അപ്പോഴൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കരുത്ത്, മാൻ പവർ. അതിൽ നമ്മളെല്ലാവരും, അപ്പം എനിക്ക് ചില ആൾക്കാരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ തകർച്ച എല്ലാ സ്ഥലത്തും വരും. എത്ര വലിയ കമ്പനിയാണെങ്കിലും എത്ര ആൾക്കാർക്കും വരും. അവിടെ നമ്മളൊരു ഭയങ്കര ഒരു ഉഷാറായിട്ട് മനസ്സിന് ഒരു ചില ആൾക്കാരൊക്കെ ഈ മരിക്കുന്നതൊക്കെ എന്താ സംഭവം, അവിടെ ഒരു എനർജി ഉണ്ട്. ആ എനർജിൻ്റെ ബട്ടൺ ഒന്ന് തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിനെ ഒരു 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 ഉഷാർ. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു. ആ ഘട്ടത്തിൽ നിന്നൊക്കെ അതിജീവിച്ചു. കുറച്ച് ആൾക്കാർ ആ സമയത്തൊക്കെ നമ്മളെ സഹായിച്ചു. അതൊക്കെ എടുത്ത് പറയേണ്ട കുറച്ച്. അതിലേക്ക് ഞാൻ വരാം. കൂടെ നിന്ന ആൾക്കാരുണ്ടാവും, കഷ്ടകാല സമയത്ത് കാല് വാരിയ ആൾക്കാരുണ്ടാവും. ഏതെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത 1-2 ഇൻസിഡൻസ്? ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് അത് തുറന്നടിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം നിന്ന ആൾക്കാർ പിന്നെ ഇതൊന്നും നമ്മൾ മൈൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹെവി റിസ്ക്കൊക്കെ എടുത്തിട്ട് വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ പാർട്ട്ണർമാർ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പിന്നെ ആളെ പേരുകളൊന്നും പറയാതെ, അതൊക്കെ പറഞ്ഞാൽ ഒരു സമയത്ത് ഓരോരോ സമയമാണ്. 2000, 2002, 2004 അങ്ങനെ റിസ്ക്കുകൾ കൂടി വരുന്നത്. പിന്നെ റിസ്ക്കുകൾ 2020 ആകുമ്പോൾ റിസ്ക്കുകൾ കുറച്ച് വന്ന്, അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടല്ലോ സംഭവിക്കാൻ പറ്റുന്നത് മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു ആളുടെ പേരല്ല നമുക്ക് പറയാൻ പറ്റില്ല, പേരല്ല ഞാൻ പറയാം. അതിൽ പിന്നെ എൻ്റെ അടുത്തും ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. ഞാനും ഫാൾട്ട് മറച്ചു വെക്കല്ല, എൻ്റെ അടുത്തും പാളിച്ചകളുണ്ട്. നമ്മളെ ക്ലയൻസിനോടും നമ്മൾക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ പീരീഡിലൊക്കെ.
അതൊക്കെ നമ്മൾ അതിജീവിച്ചു. അതേമാതിരി ഓപ്പോസിറ്റ് സൈഡും നമുക്ക് സംഭവിച്ചു. പിന്നെ അവരോട് ഞാൻ തെറ്റാറില്ല. ഞാൻ എൻ്റെ ലോകവും എൻ്റെ ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ രംഗത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇപ്പം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബാക്കി ബിസിനസ് പോലെ അല്ലല്ലോ. അപ്പം അതിനകത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ഷംന, ഒരു കാര്യം പറഞ്ഞുതരാം, ശരിക്കും കേട്ടോളി. അതായത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് അത് നമുക്ക് ലെഫ്റ്റുക്കും റൈറ്റുക്കും നോക്കാണ്ട് നമുക്ക് മാത്രം നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് നോക്കി നടന്നാലേ നമുക്ക് ടെൻഷനാവുള്ളൂ. ഞാനതില്ല, ഉണ്ടായിരുന്നൊരു കാലത്ത്. അത് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം ഷംന ചോദിച്ച ചോദ്യത്തിന് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ എലോൺ മസ്കാണ്, അല്ലെങ്കിൽ യൂസഫ് അലിയാണ്, അല്ലെങ്കിൽ അതാണ്, അല്ലെങ്കിൽ രവി പിള്ളയാണ്. ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റൂട്ടിലേക്കുള്ള ഓട്ടത്തിൽ ലെഫ്റ്റും റൈറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മറ്റൊരാൾ എന്തൊക്കെ ചെയ്യണ്, അവനത് ചെയ്യണ്ടോ ഇത് ചെയ്യണ്ടോ എന്ന് നോക്കുമ്പോഴാണ് വെല്ലുവിളികളെ നമുക്ക് നേരിടുന്നത്. ആവശ്യമില്ല. നമ്മൾ രാവിലെ ഓഫീസിൽ എത്തുക, നമ്മൾ എഴുതിണ്ടാക്കിയിട്ട് ഓരോരോ വർക്കുകൾ ചെയ്യുക. അപ്പോൾ അവനത് ചെയ്തു, അസൂയപ്പെടാതിരിക്കുക. ഇവനിത് ചെയ്തു, അസൂയപ്പെടാതിരിക്കുക. എൻ്റെ അന്നം മുട്ടുന്നുണ്ടോ നോക്കിയാൽ മതി, അതിലവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ നോക്കിയാൽ മതി. രവി പിള്ള എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മളെ ബ്ലൂ ഡയമണ്ട് മാള് ഇന്ത്യൻ റുപ്പി ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കഥ കേൾക്കാം. അത് വേറൊന്നുമല്ല, അതായത് ഒരു വലിയ ചുമട് ഞാൻ തലയിലേറ്റി എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റാത്ത അത്ര വലിയൊരു കച്ചവടം. അതിനങ്ങ് ഞാൻ ധൈര്യമായിട്ട് അങ്ങ് അഡ്വാൻസ് കൊടുക്കുകയാണ് കയറിയിട്ട്. പിന്നെ ഇതെങ്ങനെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് പൈസ പേയ്മെൻറ്റ് കൊടുത്തു, ബാക്കി കൊടുക്കാനില്ല. പിന്നെ ഞാൻ മാർക്കറ്റ് കംപ്ലീറ്റ് ഓടി നടന്ന് എൻ്റെ ഒപ്പം കൂടിയ ആൾക്കാർ എന്നെ വഴക്ക് പറയാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു വാശി, ഇതെങ്ങനെയെങ്കിലും കച്ചവടമാക്കണം. അതാണെങ്കിൽ 100 കോടിൻ്റെ താഴെ വലിയൊരു സംഭവം പെട്ടെന്ന് പിന്നെ ചെയ്യാൻ പറ്റാത്തൊരു ഒരു നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വീണു എണീറ്റു, വേർത്തു, അങ്ങനെ ഒരു സംഭവം അതങ്ങോട്ട് കിട്ടി. ദുബായിൽ നിന്ന് അതൊരു കച്ചവടം റെഡിയായി. ആ റെഡിയായപ്പോൾ കിട്ടിയ ആശ്വാസം എന്താ വെച്ചാൽ പൈസ കമ്മീഷൻ കിട്ടുന്ന അതൊന്നും അല്ല അവിടെ പ്രശ്നം. ആ സംഭവം പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം അങ്ങനെ രഞ്ജിത്തിനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി എവിടുന്നോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ അവിടുത്തെ അപ്പോൾ പിന്നെ അതൊരു വലിയൊരു സ്റ്റോറി ആയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഇന്ന് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പടമാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിലങ്ങനെ മാമുക്കയും എല്ലാവരും കൂടിയിട്ട് അത് വളരെ നല്ല രഞ്ജിത്ത് സാർ അത് ഭയങ്കര ഉഷാറായിട്ട് ഡയറക്റ്റ് ചെയ്ത് നല്ല ഒരു സ്റ്റോറി ആയിരുന്നു, എല്ലാവർക്കും കാണാനും സിറ്റിങ് എപ്പോഴാണ് അതങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റിലുള്ള പ്രയോഗങ്ങളൊക്കെ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പിന്നെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായില്ല. പിന്നെ അതിലൊരു ചെറിയൊരു ഭാഗം നമ്മുടെ ഒരു സംഗതി ഒക്കെ അറിയാലോ. അപ്പോൾ അതങ്ങനെയാണ് ഉണ്ടായത്. അത് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ഒരു അതാണ് ഭയങ്കര ഒരു അത് തമ്മോ. ഇപ്പോഴും ഞാൻ ആ രംഗം ദുബായ് ഒരു ഹോട്ടലിൽ നിന്ന് ഗ്രാൻഡ് ഒരു ഹോട്ടലിൽ നിന്ന് അത് മുറിഞ്ഞൊരു ഫണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടിയ ഇതുണ്ടല്ലോ മാനസിക സുഖം, അത് ഭയങ്കര സംഭവം. അതാണ് ആ ഒരു സ്റ്റോറി. ഈ റിയൽ എസ്റ്റേറ്റ് അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഒരു മരക്കച്ചവടക്കാരൻ്റെ മകനാണ്. അത് കഴിഞ്ഞൊരു കാറിൻ്റെ ഒക്കെ ബിസിനസ് ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്. അതൊരു ഡിഫറെൻറ്റ് സംഗതി. അതായത് നമുക്ക് പൈസ ഇതിലാണ് കൂടുതൽ കിട്ടുന്നത് നോക്കിയിട്ട് മനസ്സിലായി. നമുക്ക് ഈ പരിപാടി എന്താ വെച്ചാൽ സംസാരിച്ചുകൊണ്ട് 2 വാരി മുട്ടിച്ചിട്ട് അതിൽ നിന്ന് അവരുടെ ഒരു ഫീസ് വാങ്ങുന്നതാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ബ്രോക്കറുടെ പണി. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാനൊക്കെ ഒരു പിന്നെ എന്താ പറയുക ചെറിയ ടാറ്റ സിറ കോണ്ടസ കാറിൽ ഇടക്കരന്ന് പാലായനം ചെയ്യുക. ഇത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ഒന്ന് മാറി താമസിക്കുക. നമ്മൾ ഖുറാനിൽ തന്നെ പറയുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. അത് മഞ്ചേരിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വന്ന് അങ്ങനെ അവിടുന്ന് കോഴിക്കോട്ടേക്ക് വന്ന് ആ എടുത്തൊരു ഡിസിഷൻ ഉണ്ടല്ലോ, ഒരു തീരുമാനം ഇവിടുന്ന് പറിച്ച് അങ്ങോട്ട് നടുകയാണെന്നുള്ള ആ ഒരു ഡിസിഷൻ, അവിടെയാണ് നമുക്ക് ഒരു മാറ്റം വരുന്നത്. മനസ്സിലായോ? അവിടുന്ന് അങ്ങോട്ടാണ് റിയൽ എസ്റ്റേറ്റിലേക്കാണ് കിടക്കുന്നത്. അതുവരെ നമ്മൾ കാറും മരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു.
അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കോടിൻ്റെ കച്ചവടം ചെയ്താൽ 2.5 ലക്ഷം, പിന്നെ അപ്പുറത്ത് 1.25 ലക്ഷം അതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് കമ്മീഷൻ കിട്ടുമ്പോൾ ആ ഒരു ലക്ഷങ്ങളാണല്ലോ. അങ്ങനെയാണത് അതിലേക്ക് തന്നെ പിന്നെ അങ്ങോട്ട് ആയത്. അതല്ലാത്ത എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് റെഡി ആവില്ല. അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ ചെയ്താലേ നമുക്ക് റാഹത്താവുള്ളൂ. വേറൊരു കാര്യം, ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ? ഭാര്യയുടെ മക്കളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന അത് ഭയങ്കര സംഭവമാണ്. അതെനിക്ക് എൻ്റെ വൈഫ് സാറ, മാളു എന്നാണ് ഞാൻ വിളിക്കൽ, അവരെ ഒരു പ്രാർത്ഥനയും അവരുടെ ഒരു സംഗതിയും അതെന്നും നമുക്കൊരു ഒരു സംഭവം തന്നെയാണ്. അതിൽ ഒരു സംശയവും വേണ്ട. അവരുടെ സ്പെഷ്യലായിട്ട് വൈഫിനോട് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം എക്സ്ക്ലൂസീവായിട്ട് വൈഫിനോട് എന്താണ് പറയാനുള്ളത്? നേരിട്ട് ഇതുവരെ വൈഫിനോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം വൈഫിന് അത് കേട്ട് കഴിഞ്ഞാൽ വൈഫ് അതെന്താ സംഭവിച്ചാൽ അത് ചോദിക്കുമ്പോൾ പിന്നെ അതായത് ചിലത് നമ്മൾ പിന്നെ പറയില്ല, ഉള്ളിലായിരിക്കും സ്നേഹം. അതൊരു പകുതി ആൾക്കാരതും അങ്ങനെ ആയിരിക്കും മിക്കവാറും. ചില ആൾക്കാർ പറയും അത് പിന്നെ പ്രകടിപ്പിക്കണം എന്ന് പറയും, സ്നേഹം പ്രകടിപ്പിക്കണം. ചില സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കില്ല. പിന്നെ വൈഫിനെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കലാണ്. അത് വളരെ ചെറുപ്പം മുതൽ ഞാൻ അവളെ കെട്ടിക്കൊടുന്ന ആ കാലഘട്ടം മുതൽ 90 മുതൽ അത് എപ്പോഴും ആൾക്കാരുണ്ടാവും വീട്ടിൽ. അതാണ് നമ്മുടെ മെയിൻ ഒരു ഹോബി. ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ ചായ കൊടുക്കുക, ഡിന്നർ കൊടുക്കുക. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പൊരു മിൻറ്റിട്ടി. പിന്നെ ഉച്ചക്ക് ചോറുണ്ടാവും. എല്ലാ ആൾക്കാർക്കും ഉച്ചക്ക് ഡെയിലി ചോറുണ്ട് ഇവിടെ, ഒരു 10, 60, 65 ആൾക്കാർക്ക്. അത് നമുക്കതൊരു രസം. അത് ഇവിടുന്ന് ഇല്ലാത്ത സമയത്ത് ഞാനൊക്കെ മഞ്ചേരിയിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന സമയത്ത് ടിഫിൻ കാരിയറിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഭക്ഷണം കിട്ടുമായിരുന്നു. അങ്ങനെ വെച്ചാൽ അവൾ കൊടുത്ത എനിക്ക് എൻ്റെ കാറിൽ വെക്കും, എന്നിട്ട് ഓഫീസിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കും. അപ്പോൾ അവളെ വെച്ചുണ്ടാക്കി മീൻകറിയൊക്കെ ഒന്ന് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ പറയോ, ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ള ഫുഡാണെങ്കിൽ നന്നായിട്ടുണ്ട് അത് പറയും, കോംപ്ലിമെന്റ് അത് പറയും. അത് പറയുമ്പോഴേ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അത് ഞാൻ നന്നായിരുന്നു പറയാം. അപ്പോൾ നമ്മൾ വേറെ എവിടെയും ചെന്നിട്ട് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും ചെയ്യും. അല്ല, സുലൈമാൻ ഖാൻ എന്ന ബിസിനസ്മാനെ നമുക്കറിയാം. നമ്മളത് 100ൽ 100 മാർക്ക് തരുവാണെങ്കിൽ സുലൈമാൻ എന്ന ഹസ്ബൻഡിന് വൈഫ് എത്ര മാർക്ക് തരുമായിരിക്കും? എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ലേ, അത് മ്യൂച്വലായിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാറുണ്ട്. പിന്നെ അതിപ്പോൾ എല്ലാ ഫാമിലിയിലും ചിലത് നമുക്ക് പറ്റാത്തതൊക്കെ കാണുമ്പോൾ നമ്മൾ ചീത്ത പറയും. അതൊന്നും ഒരു സംഭവമല്ല. അപ്പോൾ അത് ആ ഒരു സ്നേഹം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഗതി ഷംനക്ക് കേൾക്കണം. നമ്മൾ പുറത്ത് പോയിട്ട് കച്ചവടം ചെയ്യുന്നതിലേറെ വലിയ സംഭവം എന്താണെന്ന് അറിയും. നമ്മളെ കുട്ടികളെ, എൻ്റെയും അവളെയും കുട്ടികളെ ഒരു കുഴപ്പം പറ്റാണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തി, അവർ കരയുമ്പോൾ പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും അവരെ അവിടെ ഇരുത്തി ഒരു ഉമ്മ വളർത്തി എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് വലുതാവുമ്പോഴേ ഒന്ന് മാറിയിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഈ 4 കുട്ടികളെ, പ്രസവത്തിൽ 2 കുട്ടികൾ മരിച്ചിരുന്നു. ആ കുട്ടികളെ നോക്കി വളർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിക്കുന്നതിലേറെ വലിയ അധ്വാനമാണ് അവർക്ക്. മനസ്സിലായോ? അത് എല്ലാ സ്ഥലത്തും നമ്മൾ ആരും ഒരു കുട്ടികളെ വളർത്തുന്നതിൽ നമ്മൾ ജോലി ചെയ്യുന്നതിലേറെ അതിലേറെ വലിയ കഷ്ടപ്പാടാണ് അവരുടെ കാഷ്ടം, മൂത്രം, അവരുടെ രോഗം. അവർക്കൊന്നും സംഭവിക്കാതെ ഉറങ്ങുമ്പോൾ വാതിൽ മെല്ലെ അടക്കാണ്ട് ചാരാണ്ട് ആ കുട്ടീൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ നോക്കി. ഇതാരും ചിന്തിക്കുന്നില്ല ശരിക്കും. ഒരു കുട്ടീന് വലുതായി വരുമ്പോൾ 18-20 വയസ്സായി വരുമ്പോൾ പിന്നെ ഒരു പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവളെ കയ്യിന്മേ ഒരു വേറെ ആളുടെ ഇത് നോക്കാണ്ട് സൂക്ഷിച്ച് അവരെ നമ്മൾ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത് വരെ ഒരു 20-22 വയസ്സ് വരെ അവരെ നോക്കലും അവരെ പോകലും വരവും സ്കൂളിൽ പോലും കാത്തിരിക്കലും വണ്ടി വരലും ഡ്രസ്സ് ചെയ്യലും. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ. എന്താ പറയുന്നത്? അപ്പം ഞാൻ ഞാൻ നയിച്ചുണ്ടാക്കിയത് അങ്ങനത്തെ ഒരു വാശി നമ്മളൊക്കെ എവിടെയും പറയാൻ പാടില്ല എന്നാൽ ശരിക്കും. ആ കുട്ടീനെ വളർത്തുന്ന ഒരു കുട്ടീനെ ഒരാണ് വളർത്തട്ടെ, പ്രസവിക്കട്ടെ, പെണ്ണ് പ്രസവിക്കട്ടെ, അല്ലെങ്കിൽ വൈഫ് പ്രസവിക്കട്ടെ, എന്നിട്ടൊന്ന് നോക്കാൻ കഴിയട്ടെ ഒരാൾക്ക്. അതെ, എന്താണ് നിങ്ങൾ പറയുന്നത്? ഭയങ്കര അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് അവളോടുണ്ട്. അവൾക്ക് ഞാൻ പുറത്തു പോയി അധ്വാനിച്ച് കൊണ്ടിരുന്നതിന് അവൾക്ക് എന്നോടുണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു സംഭവം. അപ്പം ഞാൻ എന്തായാലും 100 മാർക്ക് തരുന്നു കേട്ടോ. താങ്ക് യു. റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ബിസിനസ്സാണോ? ആകാശം മുട്ടുന്നവരെ പോകാൻ പറ്റിയ ഒരു സാധനം. ഒരു ഡോക്ടറിനൊരു കണക്കുണ്ട്, എൻജിനീയർക്കൊരു കണക്കുണ്ട്, എല്ലാവർക്കും ഒരു കണക്കുണ്ട്.
നമ്മളുടെ വിശാലമാണ്. ഒരു ലാൻഡ് കിട്ടി, ആ ലാൻഡ് ഞാനിപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ മൊബൈൽ കിട്ടുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്നും കച്ചവടം ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഒരു ഫോണിൽ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥലം കൊടുക്കാണ്ട് പറഞ്ഞാൽ ആ ദുബായിലിരുന്നിട്ടും അമേരിക്കയിലിരുന്നിട്ടും ഒക്കെ പിന്നെ കോഴിക്കോടത്തെ സ്ഥലവും വടകരത്തെ സ്ഥലം പയ്യന്നൂരത്തെ സ്ഥലം എവിടുത്തെ സ്ഥലവും കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ബിസിനസ്സാണ്. പിന്നെ എല്ലാ കാലഘട്ടത്തിലും ഏതൊരു സമയത്തും റിയൽ എസ്റ്റേറ്റിന് എന്നൊരു മാർക്കറ്റാണ്. അത് എടുത്ത് പറയാൻ തന്നെ പറ്റുന്നൊരു സാധനമാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാൻഡ് കൂടുന്നില്ല, ആൾക്കാർക്ക് ഉപയോഗം വരുന്നുണ്ട്, സിറ്റികൾ വലുതാകുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് മലേഷ്യ, സിംഗപ്പൂർ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ, ദുബായിൽ ഇവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ടല്ലേ. എന്നും റിയൽ എസ്റ്റേറ്റിന് എന്നും വളർച്ചയാണ്. എന്നും കുടുംബത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. മക്കൾ, ഫാമിലി അവരൊക്കെ എവിടെയാണ്? കുടുംബം 4 മക്കളാണ്. 3 പെൺകുട്ടികളും ഒരാണ്. രണ്ടാമത്തെ ആൺകുട്ടിയാണ്. എല്ലാവരുടെ കല്യാണം കഴിഞ്ഞു. 2 ദുബായിലാണ്, ബാക്കി 2 ഇവിടെയാണ്. ഒരാൾ ഡോക്ടറാണ്. ബിസിനസ്സിൽ സുലൈമാൻ്റെ കൂടെ മക്കളാരെങ്കിലും? എൻ്റെ മോന് ദുബായ് ഓഫീസിൽ ദുബായിത്തെ ചാർജ് കംപ്ലീറ്റ് ആവാനാണ്. ഓക്കെ, ഫൈൻ. നമ്മൾ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് കടന്നു വരുന്ന യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ, ഇത്രയും മുതിർന്ന ഒരാളെന്ന നിലയിൽ, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ യങ്സ്റ്റേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ്? ഞങ്ങൾ TBA ദ ബ്രോക്കർ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കലി നമ്മളിപ്പോൾ ഒരു 4 കൊല്ലം ഒരു ബ്രോക്കർ അക്കാഡമി പോയിട്ട് ഒരു കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, അവരിവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഷംനപ്പോൾ എൻ്റെ കൂടെ റിയൽ എസ്റ്റേറ്റിലെ ഒരു ക്ലോസിങ് സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു ലാൻഡ് കാണാൻ, അല്ലെങ്കിൽ ഒരു അളവുകാരൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ അടുത്ത് ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ ഒക്കെ ഷംന പിന്നെ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ശരിക്ക് ഷംനക്ക് ഒരു 3 മാസം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് പഠിക്കാൻ പറ്റും. ഫിസിക്കലി വന്നിട്ട് ഞങ്ങളെ കൂടെ ഇങ്ങനെയാണല്ലേ പരിപാടി, ഇതാണ് പരിപാടി അല്ലേ, പ്രാക്ടിക്കലാണ്. ആ പ്രാക്ടിക്കല് മക്കള്, അതായത് ഇപ്പോൾ ഞാൻ പറയട്ടെ, മാസത്തിൽ 5 ലക്ഷം 3.5 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട് ദുബായിൽ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പെൺകുട്ടികൾ 20-22 വയസ്സായിട്ടൊക്കെ ഉള്ളവർക്ക്, അവർ ഭയങ്കര സംഭവമല്ലേ. നിങ്ങളെന്താ പറയുന്നത്? അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏജൻറ്റുമാർ ആൻഡ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ടീമിന് ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങിയിട്ട് അവർ മാർക്കറ്റിലേക്ക് വലിയൊരു അസറ്റാണ്. ഒരു ഓഫീസിലേക്ക് 2 ആൾക്കാർക്ക് ചാൻസ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ. കാരണം എല്ലാ ഭാഗത്തും കൊടുക്കലും വാങ്ങലും ഉണ്ടാവും, എല്ലാ ഓഫീസിലും ഉണ്ടാവും. അപ്പോൾ അതിനാ ടേബിളിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പഠിച്ച് ചെറിയ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ജോലി സാധ്യത ഇനി കൂടുതലാണ്. പ്രത്യേകിച്ച് ഇനി കംപ്ലീറ്റ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു. ആ ലോകത്തിലേക്ക് ഇത്രയും വയസ്സ് കിട്ടിയതിന് തന്നെ വലിയ സന്തോഷം. കാരണം ഓരോന്നോരോന്നും നമ്മൾ ഡെയിലി ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഏത് കാലത്തും പുതിയ യങ്സ്റ്റേഴ്സിന് ജോലി സാധ്യത ഉള്ളൊരു സംഭവമാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. ഈ ബിസിനസ്സിൽ ധാരാളം പേര് വഞ്ചിക്കപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. സുലൈമാൻക്ക് അതിനെക്കുറിച്ച് അറിയാമോ? പിന്നെ എത്രങ്ങാനും ഉണ്ടെന്നറിയോ. ഇതിലെന്താ വെച്ചാൽ കറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ 500 കോടി 600 കോടിയൊക്കെ പറ്റിക്കപ്പെട്ട കുറേ ആൾക്കാർ, ആ സ്ഥലം ഞാൻ എടുത്തിട്ടു, ഈ സ്ഥലം ഞാൻ എടുത്തിട്ടു, എന്നിട്ട് ഇവരുടെ അടുത്തിൽ 50 ലക്ഷം 25 ലക്ഷം 75 ലക്ഷം 1 കോടിയൊക്കെ കൊണ്ട് കൊടുക്കും. ഒരു ബേസിക് ഒരു സംഭവമല്ല. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുമ്പോൾ പുതിയ അറിയാത്ത ആൾക്കാർ ചില ലാൻഡ് എടുക്കും, പോവാത്ത സ്ഥലങ്ങൾ, എന്തെങ്കിലും ലീഗലായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. ആ കറക്റ്റ് അത് ആ ലീഗലല്ലാത്തതുകൊണ്ട് അത് സ്റ്റക്കാവും. അത് ചിലപ്പോൾ അതിലൊരു ലീഗലേർഷിപ്പിൽ ഒരാളെ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഒപ്പിട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ കുടുങ്ങി ഇൻവെസ്റ്റ് ചെയ്ത കുറേ ലാൻഡുകളുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം പാർട്ട്ണർഷിപ്പ്. നല്ല ആത്മാർത്ഥമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പിരിയുമ്പോൾ അടിപിടി ഉണ്ടാവും. ഈ മേഖലയിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉള്ളൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. അത് ഞാൻ പറഞ്ഞില്ല, അത്യാഗ്രഹമില്ല, അതിമോഹമില്ലാതെ എല്ലാതൊക്കെ പാടെ കിടി തലയ്ക്ക് വെച്ച് അതും എടുത്ത് ഇതും എടുത്ത് എല്ലാം പാടെ, അപ്പോഴാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെ കുറേ ഓവർലോഡ് എടുത്തിരുന്ന ഒരു കാലത്ത്. ഇപ്പോഴല്ല, ഇപ്പം നമ്മൾ ഇപ്പം അങ്ങനെ പറ്റില്ലല്ലോ. ആ ഒരു സിസ്റ്റം വന്നു. ഇപ്പോൾ അതിൽ കറക്റ്റായിട്ട് പറ്റുന്നത് മാത്രം ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലാണ്. അന്ന് നമ്മൾ ഓവർ ലോഡ് എടുത്തപ്പോൾ ഓവർ ടെൻഷനായിരുന്നു, നമുക്ക് കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ ഒരു വിഷയത്തിൽ. ബിസിനസ്സുകാരനാണ് ശരി, കലയോടും കലാകാരന്മാരോടുമുള്ള
ബന്ധം എങ്ങനെയാണ്? നല്ല ഇഷ്ടമാണ്. അതായത് ഈ നീറിപ്പുകയുന്ന സമയത്ത് മനസ്സിനെ ഒരു റിലാക്സ് ചെയ്യാൻ ഈ പാട്ടുകാർ അതൊരു തബലയും കാര്യമൊക്കെ ആയിട്ട് കുറച്ച് സമയത്ത് ഇരുന്ന് നാട്ടിൽ പോകുമ്പോൾ ഒരു സാധനമുണ്ട് ഷംന, അറിയാലല്ലേ? 22 വർഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞായറാഴ്ച ഇപ്പോൾ എവിടെയാണെങ്കിലും ദുബായിലാണെങ്കിലും എവിടെയാണ് ഞായറാഴ്ച ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ പഠിച്ച കൂട്ടുകാർ, എൻ്റെ കളിക്കൂട്ടുകാർ, വയസ്സന്മാർ, അങ്ങനെയുള്ള എന്നെ കാണാൻ വരുന്ന ആൾക്കാരോടൊക്കെ കൂട്ടിയിട്ട് ഒരു ചായ കുടി വീട്ടിലും അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തുള്ള വീട്ടിൽ, അതിന് സൗഹൃദ വേദി എന്നൊക്കെ പേരുണ്ട്. അത് എല്ലാ ഞായറാഴ്ചയും ഞാനവിടെ അപ്പോഴാണ് ശരിക്ക് നമുക്ക് അവിടെ ഇരുന്ന് പാട്ട് പാടും. അതിൽ കുറച്ച് പ്രാന്തിലുണ്ടാവും, ചിലപ്പം മറ്റേ ഒരു പാവപ്പെട്ട ആൾ, എല്ലാവരും അവിടെ ഒരു ഒറ്റ ടേബിളുമേലേ ഇരിക്കുള്ളൂ. അവിടെ ഇരുത്തത്തിനൊന്നും വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നൊരു മേഖലയാണത്. അതിൽ കലയുണ്ട്. ആർട്ടിസ്റ്റുകളാണെങ്കിൽ അങ്ങനെ സിനിമ കാണുന്ന വല്ലപ്പോഴൊക്കെ ഒരു അത് ഈ പിന്നെ നമ്മൾ ടെൻഷനാവുന്ന മനസ്സാണല്ലോ, അതിനെ ശരിക്കും നമ്മളൊന്ന് കൂളാക്കണം. അവിടെ എൻജിൻ വർക്കാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് ടെൻഷനാകുമ്പോൾ ഒന്ന് ഉറങ്ങുക, പിന്നെ പാട്ട് കേൾക്കുക, അതൊക്കെ ഇതിലേക്കൊരു സംഗതിയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ആശ്വാസം കിട്ടുന്നൊരു സംഭവം എന്താ വെച്ചാൽ നിസ്കാരമാണ്. അത് ഇന്ന് വരെ നമ്മൾ ഒരു 8 വയസ്സ് മുതൽ 9 വയസ്സ് മുതൽ ഇതുവരെ മുടങ്ങാതെ ചെയ്യുമ്പോൾ ആ ഒരു ശുദ്ധി, കൈകാലുകളുടെ ശുദ്ധി, വുളു എന്ന് പറയും. പിന്നെ അത് എപ്പോഴും ആ പ്രെയർ, ആ പ്രാർത്ഥന, അതെപ്പോഴും എല്ലാവരും കൊണ്ടുനടക്കുന്നത്. അത് പിന്നെ അമ്പലങ്ങളിലാണെങ്കിൽ നമ്മൾ ഒരു പൊട്ടൊക്കെ തൊട്ട്, അല്ലെങ്കിൽ അവനാൻ വിശ്വസിക്കുന്ന ആ അമ്പലങ്ങളിലൊന്ന് പോയി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഞായറാഴ്ച ഒന്ന് പ്രാർത്ഥിച്ച്, ഏതാണോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഗതിയിൽ ഒരു പ്രാർത്ഥന നല്ലതാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഒരു കിസ് കൊടുത്ത് ഇറങ്ങുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുതിയ ജനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടും. ഓക്കെ, അങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളും ഒരു ഹാപ്പിയാവും, പിന്നെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ അതിൻ്റെ ഒരു ഘടകമാണ്. കോഴിക്കോടിനോടാണോ എടക്കരയോടാണോ കൂടുതൽ ഇഷ്ടം? എപ്പോഴും പറയുമ്പോൾ നമ്മൾ മരിച്ചു പോയാൽ നേരെ ഇവിടുന്ന് ബോഡി പോവുക മറവ് ചെയ്യാൻ അങ്ങോട്ടാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രാർത്ഥനയും ബാക്കിയുള്ളതൊക്കെ കിട്ടാനും, നമ്മൾ ജനിച്ച് വളർന്നിട്ട് ഒന്നുമില്ലാതെ നമ്മൾ ജനിച്ച് വളർന്ന നാടിനോട് എപ്പോഴും ഒരു സ്നേഹമായിരിക്കും. ഇതൊക്കെ ഒരു കച്ചവടത്തിൻ്റെ ഒരു സ്ഥലമാണ്. പക്ഷേ കോഴിക്കോട്ടുകാരാണ് നമ്മളെ എന്താ പറയുക സ്വീകരിച്ച് നമ്മളൊക്കെ കച്ചവടം തന്ന് ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായി? അപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഭക്ഷണമായാലും കുറ്റിച്ചറ, നമ്മളെ കോയമ്മ, അങ്ങനത്തെ ഒരു സ്നേഹമുള്ള കുടുംബം. സുലൈമാൻക്ക് കോഴിക്കോട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു സാധനങ്ങളൊക്കെ സുലൈമാൻക്കിൽ ഉണ്ടാവും. പാട്ടോ അതെ, എക്സ്ക്ലൂസീവ്. ഈ പിന്നെ ഈ കോഴിക്കോട് കുറ്റിച്ചറ ഭാഗത്ത് ഉള്ള ഏരിയയിൽ ഒരു പാട്ടിൻ്റെ ആൾക്കാരാണ്. പഴയ മുഹമ്മദ് റാഫിൻ്റെ ഒക്കെ പാട്ടൊക്കെ അവർ ചില ആൾക്കാർ പാടുമ്പോൾ എന്തൊരു രസമാണെന്ന് അറിയാം. അത് അവരത് ആസ്വദിച്ചു, ശരിക്കും അതെല്ലാവരും ആസ്വദിക്കുന്നുണ്ട്, മനസ്സിലായി? പിന്നെ ബാബുക്കാനൊക്കെ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉഷാറായിട്ട് പാടും, പക്ഷെ നമുക്കത് അറിയില്ല. നമ്മൾ ആസ്വദിക്കും ശരിക്ക്. ഇപ്പോൾ പഴയ ഒരു എന്താ പറയുക, എനിക്ക് പാടാനറിയില്ല കേട്ടോ, എന്നാലും ഞാൻ പറയാം, അന്നത്തെ ഓരോ പാട്ടിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലായോ? കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലണിവാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഒരു പാടാനറിയുന്നില്ല അല്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ അതേമാതിരി തന്നെ കുറേ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഒരു നല്ല ഒരു കലാവാസനയുള്ളൊരു ഏരിയയാണ് ഈ ബീച്ച്. അങ്ങനത്തെ പല ഏരിയ ഉണ്ട്. എല്ലാവരും പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സംഭവമാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ സുലൈമാൻക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സിംഗർ, പണ്ടത്തത് അല്ല ഇപ്പോഴുള്ള? സത്യത്തിൽ ഓരോ സിംഗർമാരെല്ലാവരും നമുക്ക് ഇപ്പോഴത്തെ പുതിയ സിംഗർമാരൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ടൈപ്പ് പാട്ടാണ് കൂടുതൽ ഇഷ്ടം? പഴയ പാട്ടുകൾ, പഴയ ഹിന്ദി സോങ്സ്. ഹിന്ദി റാഫി മുതൽ മുകേഷ് മുതലുള്ള ആ സോങ്ങുകൾ, നമുക്ക് എസ് ജാനകിയൊക്കെ പാടുന്ന പാട്ടുകൾ പറഞ്ഞാൽ ഇനി ഒരാൾക്ക് പാടാൻ കഴിയും, മനസ്സിലായി? അതൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. രാഘവമാഷെ ആ എഴുത്തും അന്നത്തെ ആ സാധനങ്ങൾ എടുത്തൊന്ന് റിപ്പീറ്റ് ചെയ്ത് പാടി. ഇപ്പം അത് ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതിൽ ശരിക്കും നമുക്ക് അർത്ഥങ്ങളുണ്ട്. പിന്നെ കൈതപ്രം സാറൊക്കെ അവിടെ വരുമ്പോഴേ ഞാൻ കൈതപ്രം സാറിനൊക്കെ ഇരുത്തിയിട്ട് നല്ല പാട്ട് പാടിപ്പിക്കും. നമ്മളുടെ അടുത്തൊരാളാണ്. അതൊക്കെ അന്നത്തെ കാലത്തെ ഓരോരോ അർത്ഥങ്ങളും ഓരോരോ എഴുത്തുകളും എടുത്തെടുത്ത് പറയാൻ പറ്റിയ സാധനം. അത് ശരിക്കും നമുക്ക് കച്ചവടത്തിലൊക്കെ ഒരു ആശ്വാസം കിട്ടും. നമ്മുടെ ഒരു പാട്ടുണ്ട്,
ഇത് ആഷാഢമാസം എന്ന് പറയും. നമുക്ക് നോക്കി പാടിയാലോ? അതെ, നോക്കി പാടും ഞാൻ. നോക്കി പാടാം നമുക്ക്. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം വിതുരയാം രാധയെപ്പോൾ നിനക്കെന്നും വിലപിക്കാൻ മാത്രമാണു യോഗം. ആഷാഢമാസം ആത്മാവിനും അനുരാഗ മധുരമാമന്തരീക്ഷം. ഇനി അടുത്ത വരി കേട്ടോളി. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു. അങ്ങയോടൊത്തെൻ്റെ ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു. കണ്ടോ, ആ സാധനങ്ങൾ നോക്കണം. അതാണ് എൻ്റെ അർത്ഥം. അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു എന്നുണ്ട്. ആ സാധനങ്ങളാണ് അന്നത്തെ കാലത്ത്. അത് ഹിന്ദിയിലാണെങ്കിൽ എല്ലാം. ഇപ്പോഴത്തെ പാട്ടുത്തറ വേറെ സ്റ്റൈലാണ്. അതിന് യങ്സ്റ്റേഴ്സിനൊക്കെ അതാണ് ഇഷ്ടം. സുലൈമാൻ കാരാടൻ എന്ന ബിസിനസ്സുകാരനെ മാത്രമേ നമുക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സിംഗറെ കൂടി നമുക്കറിയും. നല്ലൊരു കലാകാരൻ, ഒരു തുടിക്കുന്ന ഒരു കലാഹൃദയം ഉള്ളിലുള്ള ഒരാളാണ് സുലൈമാൻ കാ. ഓക്കെ, ഇത്രയും തിരക്കുള്ള സമയത്ത് ഞങ്ങളോടൊപ്പം ഇത്ര സമയം ചെലവഴിച്ചതിന് സിനിഗ്രാമിൻ്റെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടി അതിൽ ഓർമ്മപ്പെടുത്താം. നമ്മൾക്ക് കിട്ടിയ അറിവുകൾ, വിവരങ്ങൾ അത് പകർത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇരുന്നിട്ട് പറയുമ്പോൾ മറ്റൊരാൾക്ക് നമ്മളുടെ വീഴ്ചകളും വിജയങ്ങളും പകർത്തി കൊടുക്കുകയാണ്. അത് നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്കും നിങ്ങളുടെ ഈ ഗ്രൂപ്പിനും എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.